1942 രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം ഹിമാലയത്തിലെ ദുർഘടമായ പാതയിലൂടെ നടക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫോറസ്റ്റ് ഗാർഡായിരുന്ന HK മധ്വാൾ. സമുദ്രനിരപ്പിൽ നിന്ന് 16,500 അടി ഉയരത്തിലുള്ള രൂപ്കുണ്ട് തടാകത്തിന് അടുത്തെത്തിയപ്പോൾ മഞ്ഞിനേക്കാൾ മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. വെള്ളത്തിനടിയിലും കരയിലുമായി ചിതറിക്കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങൾ. മധ്വാൾ അത് തന്റെ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്നു കരുതിയത് ഇത് ജാപ്പനീസ് സൈനികരുടെ മൃതദേഹങ്ങളായിരിക്കും എന്നാണ്. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വന്ന ശത്രുക്കൾ കൊടും തണുപ്പിൽ മരിച്ചതാകാം എന്നവർ വിശ്വസിച്ചു. പക്ഷേ വിദഗ്ധ പരിശോധനയിൽ ആ വിശ്വാസം തകിടം മറിഞ്ഞു. അസ്ഥികൂടങ്ങൾക്ക് മാസങ്ങളുടെയല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. രൂപ്കുണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഉത്തരാഖണ്ഡിലെ ഏറ്റവും കഠിനമായ ട്രക്കിംഗ് പാതകളിലൊന്നാണിത്. ഓക്സിജൻ വളരെ കുറവ്. ഇങ്ങനെയൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ മനുഷ്യ ശരീരം തളരും. അക്യൂട്ട് മൗണ്ടൻ സിക്നസ് ബാധിച്ചാൽ തലച്ചോറിന്റെ പ്രവർത്തനം പോലും മന്ദഗതിയിലാവും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? എന്തിനു വന്നു? അവർക്ക് വഴിതെറ്റിയതാണോ അതോ മനഃപൂർവ്വം ഈ മരണക്കെണിയിലേക്ക് നടന്നു കയറിയതോ? രൂപ്കുണ്ടിൽ കണ്ട തലയോട്ടികളെ കുറിച്ച് പല സിദ്ധാന്തങ്ങൾ, നിഗമനങ്ങൾ, അനുമാനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ പുറത്തു വന്നു. ഒന്ന്, താഴ്വാരത്തെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ഗ്രാമീണർ മലമുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതാവാം. 2, കാശ്മീരിലെ സൈന്യം ടിബറ്റിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വഴിതെറ്റിപ്പോയതാവാം. 3, ഇതൊരു കൂട്ട ആത്മഹത്യയാകാം. പക്ഷെ ഇതിലൊക്കെ ശാസ്ത്രീയ യുക്തിയുടെ പോരായ്മയുണ്ടായിരുന്നു. കാരണം മരിച്ച ഓരോരുത്തരുടെയും തലയൊട്ടികൾക്ക് മുകളിൽ വലിയ വിള്ളലുകൾ കാണപ്പെട്ടിരുന്നു. അവ വാൾ കൊണ്ടോ കുന്തം കൊണ്ടോ ഉണ്ടായതല്ല, മുകളിൽ നിന്ന് എന്തോ ഒന്ന് ശക്തിയായി വീണതാണ്. സകല നിഗമനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് 2019 ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു. 28 പുരുഷന്മാരുടെയും 10 സ്ത്രീകളുടെയും DNA പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് 3 വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ആദ്യത്തെ ഗ്രൂപ്പിൽ 9ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്കാർ. അതിൽ അസ്വാഭാവികത തോന്നേണ്ട കാര്യമില്ല. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് അമ്പരപ്പിക്കുന്നതായിരുന്നു. അവർ 1000 വർഷത്തിനിപ്പുറം 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ്. കഴിഞ്ഞില്ല, അവർ ഗ്രീസിൽ നിന്ന് വന്നവരായിരുന്നു. ആ കാലത്ത് മെഡിറ്ററേനിയൻ കടലും വലിയ ഭൂഭാഗങ്ങളും കടന്ന് ഒരു സംഘം ഗ്രീക്കുകാർ എന്തിന് 5700 കിലോമീറ്റർ ഇപ്പുറത്തുള്ള രൂപ്കുണ്ടിലെത്തി? ആ ചോദ്യത്തിനുള്ള ഉത്തരം ചരിത്രത്തിന്റെ നിഗൂഢമായ ഏതോ മിസ്സിംഗ് ഫയലിൽ ഒളിഞ്ഞിരിക്കുന്നു. ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത സമസ്യകൾ പൂരിപ്പിക്കാൻ വിശ്വാസത്തിലേക്ക് തിരിയുന്നതാണ് എളുപ്പം. ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർക്കിടയിൽ ഒരു നാടൻ പാട്ടുണ്ട്. പണ്ട് കനൌജിലെ രാജാവും ഗർഭിണിയായ രാജ്ഞിയും കൂടി നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയ കഥയാണ് അതിൽ വിവരിക്കുന്നത്. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അവർ അവിടെ ആഘോഷങ്ങൾ നടത്തി. ഇതിൽ കോപിഷ്ഠയായ ദേവി ആകാശത്തു നിന്ന് വലിയ ആലിപ്പഴങ്ങൾ വർഷിച്ചു എന്നാണ് ആ കഥ. ഇതൊരു വെറും കഥയായി തള്ളിക്കളയാൻ വരട്ടെ. ശാസ്ത്രജ്ഞർ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ ഒരേപോലെയുള്ള വിള്ളലുകൾ ഒന്നുറപ്പാക്കുന്നു. ക്രിക്കറ്റ് ബോളിനേക്കാൾ വലുപ്പമുള്ള ആലിപ്പഴങ്ങൾ പോലെ എന്തോ ആകാശത്തു നിന്ന് വീണതാകാം തലയോട്ടികളിലുണ്ടായ ഈ വിള്ളലിനു കാരണം. ഒളിക്കാനൊരു മരത്തണൽ പോലുമില്ലാതെ ആ തടാകക്കരയിൽ വെച്ച് പ്രകൃതിയുടെ ക്രോധം അവരുടെ ജീവനെടുത്തിരിക്കും. ചില അസ്ഥികൂടങ്ങളിൽ ഇന്നും മാംസാവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. ഹിമാലയത്തിലെ അതിശൈത്യം അവയെ അഴുകാതെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. രൂപ്കുണ്ട് തടാകത്തിൽ കിടക്കുന്ന ഓരോ അസ്ഥികൂടങ്ങളും ഓരോ ജീവിതങ്ങളാണ്. ഓരോ ജീവിതങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോ ഫയലുകളാണ്. ഇന്ത്യക്കാർ കൂട്ടത്തോടെ മരിച്ചു വീണ അതേ സ്ഥലത്തേക്ക് ഗ്രീക്കുകാർ വന്നത് എന്തിനായിരിക്കും?
ഒരേ സ്ഥലത്ത് വെച്ച് 1000 വർഷത്തിന്റെ ഇടവേളയിൽ 2 വ്യത്യസ്ത ജനതകൾക്ക് ഒരേ വിധി വന്നത് വെറും യാദൃച്ഛികതയാണോ? ശാസ്ത്രത്തിന് ഇനിയും ചുരുളഴിക്കാൻ കഴിയാത്ത രഹസ്യങ്ങൾ ആ തടാകത്തിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും ഉറഞ്ഞുകിടക്കുന്നുണ്ട്. മരണം മഞ്ഞുപോലെ ഉറഞ്ഞുകിടക്കുന്ന രൂപ്കുണ്ട് തടാകം. തന്റെ അടിത്തട്ടിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ ആരെയും തുറന്നു കാണിക്കാതെ മൃതതുല്യമായ ശാന്തതയിൽ ആ മഞ്ഞു തടാകം.